സമാനമായ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നാണ്. മൂവാറ്റുപുഴയിൽ റോഡ് ഷോയ്ക്കിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. അവോലി പഞ്ചായത്തിലെ ആനിക്കാടാണ് സംഘർഷമുണ്ടായത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആൻമരിയ സണ്ണി കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള സാഹചര്യം? വിവരങ്ങൾ എങ്ങനെ? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ആവോലി പഞ്ചായത്തിലെ ആനിക്കാട് നിന്നാണ് ഈ റോഡ് ഷോയുടെ, അതായത് മാത്യു കുഴൽനാടന്റെ റോഡ് ഷോയിൽ ആരംഭം കുറിക്കുന്നതും ആ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ സമയത്ത് കുറച്ച് UDF പ്രവർത്തകർ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെയായിരുന്നു LDFന്റെ പ്രചാരണവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പ്രവർത്തകരും ഇരുഭാഗങ്ങളിലായിട്ട് തിരിഞ്ഞു നിന്ന് അവരുടെ മുദ്രാവാക്യം വിളികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള ഒരു ഗതാഗത തടസ്സവും ഈ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച്, അതായത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം ആദ്യം ഈ ഗതാഗത തടസ്സം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അത് ചെറിയ തരത്തിലുള്ള ബഹളത്തിലേക്ക് കലാശിച്ചു. ഇതിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യങ്ങൾ, പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ഇതിനെ തുടർന്നാണ് അതൊരു വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നത്. പിന്നെ അതിനെ തുടർന്ന് ആ സമയത്താണ് മാത്യു കുഴൽനാടൻ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുടെ എല്ലാം, നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ അവർ ഇടപെട്ടതിനെ തുടർന്ന്, അവർ അനുനയിപ്പിച്ചതിനെ തുടർന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.